ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ എന്താ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് തന്നെ സംഭവം എൻ്റെ സെക്കൻഡ് ടാറ്റു സ്റ്റോറിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ടാറ്റു എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്നൊരു വിഘ്നേശ്വരനാണ്, ഗണപതിയാണ്. അതിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഓം എന്നുള്ള ചിഹ്നമാണ് കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നത്. കണ്ട, ഓം എന്നുള്ള ചിഹ്നമാണ്. അതുപോലെ ഇവിടെ നിന്നൊരു താമരയാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഗണേശനും. ഇങ്ങനെയാണ് എൻ്റെ ടാറ്റു ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫസ്റ്റ് ടാറ്റു എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. ഇത് കപ്പിൾ ടാറ്റു ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ടാറ്റു. ഈ രണ്ട് ടാറ്റും ഞാൻ രണ്ട് സ്ഥലത്തു നിന്നാണ് ചെയ്തത്. ഫസ്റ്റ് ടാറ്റു എന്ന് പറയുന്നത് ഞാനിവിടെ സെക്കന്ദരാബാദിൽ നിന്നാണ് ചെയ്തത്. അവിടെ ഒരു ഏഞ്ചൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടാറ്റു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. പിന്നെ ഉള്ളത് സെക്കൻഡ് ടാറ്റു എന്ന് പറയുന്നത് ഞാനിവിടെ നമ്മുടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു ടാറ്റു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. അത് ആൾ മലയാളിയാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി ചെയ്തതാണ്. നമ്മൾ ഇടയ്ക്ക് ഇവിടെ അടുത്ത് ബ്യൂട്ടി പാർലറിൽ പോയായിരുന്നു കേട്ടോ. നമ്മളടുത്ത് എന്ന് പറയുന്നത് നമ്മളെ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ബ്യൂട്ടി പാർലർ ഉണ്ട്. പക്ഷെ അത് വരുന്നതിന് മുൻപ് നമ്മൾ പുറത്തായിട്ട് പോകാറ്. അപ്പോൾ അവിടെ ഇങ്ങനെ ടാറ്റു സ്റ്റുഡിയോൻ്റെ പോസ്റ്ററൊക്കെ വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവിടുത്തെ ആ ചേച്ചിയാണ് പറഞ്ഞത് ഇത് മലയാളികളുടെയാണ്, ഇത് കേരളത്തിലെ ആളാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കാണാമല്ലോ വെച്ചിട്ട് അപ്പോൾ മലയാളിയാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോയി പരിചയപ്പെട്ടതാട്ടോ. അപ്പോൾ അങ്ങനെ പോയി സംസാരിച്ചൊക്കെ വന്നപ്പോൾ ആൾ നമ്മുടെ ഇവിടെ എയർപോർട്ടിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്ക് പാഷൻ എന്ന് പറയുന്നത് ടാറ്റു ചെയ്യൽ, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, അതൊക്കെ ഇങ്ങനെ പാഷനായിട്ട് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ആൾ ഇങ്ങനെ സ്റ്റുഡിയോ വെച്ചിട്ട് ഇങ്ങനെ ടാറ്റൂസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി സംസാരിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കിങ്ങനെ ടാറ്റു ചെയ്യാനൊരു ആഗ്രഹമുണ്ട്, നമ്മൾ തീരുമാനിച്ചിട്ടില്ല, അതുപോലെ ഡിസൈനൊന്നും ഇതുവരെ നോക്കി വെച്ചിട്ടില്ല, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ ഡിസൈൻ നോക്കി വെച്ചിട്ട് പറഞ്ഞാൽ മതി, ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ചേട്ടനും ചെയ്യണമെന്നുണ്ട് കേട്ടോ. ചേട്ടൻ രണ്ടാമത്തെ ചെയ്തിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ ചേട്ടൻ ചെയ്യുന്നതിന് മുമ്പ് പക്ഷെ ഞാനാട്ടോ ചെയ്തത്. അപ്പോൾ ചേട്ടനും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചേട്ടൻ പറഞ്ഞു എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പക്ഷേ കോമ്പസാണ് ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞു. കോമ്പസ് ഇവിടുന്ന് അവിടെ ചേട്ടൻ ഓൾറെഡി ഒരു ഫ്ലൈറ്റിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ താഴേക്ക് ഇങ്ങനെ ഒരു കോമ്പസ് വരുന്ന പോലെ അങ്ങനെ ചെയ്യണമെന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഡിസൈനൊക്കെ കണ്ടുവച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ വേദന സഹിക്കാനൊന്നും പറ്റില്ല കേട്ടോ. വേദന ഇപ്പം എല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് തന്നെ തമാശയ്ക്ക് പോലും പറയും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ വേദന പോലും സഹിക്കാൻ പറ്റാത്ത ആളാണോ 2 തവണ നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞെന്നൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾക്ക് വേദന എന്ന് പറയുമ്പോൾ ടാറ്റു അടിക്കുക എന്ന് പറയുമ്പോൾ അത്ര നല്ല സുഖമുള്ള കാര്യമില്ല, സൂചിയാണല്ലോ കുത്തുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ടാറ്റു ചെയ്യാൻ. ഇനിയും ടാറ്റു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ വേദന സത്യം പറഞ്ഞാൽ സഹിക്കാൻ വയ്യ കേട്ടോ. അതിപ്പോൾ എന്താ പറയുക, അപ്പോൾ ടാറ്റു ആദ്യമായിട്ട് ചെയ്യണ ഒരാഴ്ചയിലും അല്ലാത്തവരും ചിലവരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേദന എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടനൊക്കെയാണ് ചേട്ടൻ പറഞ്ഞു എനിക്ക് വേദന ഒന്നും എടുത്തില്ല, ഉറുമ്പ് കടിക്കുന്ന പോലെ വേദന ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ ടാറ്റു ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വേദന എടുത്തിരുന്നു കേട്ടോ. അന്നത്തെ ഭയങ്കര വേദന. പക്ഷേ ഇത് ചെയ്തപ്പോൾ സത്യം പറയാമല്ലോ, ഇത് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വേദനിച്ചില്ല. ഇവിടേക്ക് വരുമ്പോഴാണ് വേദന കൂടുതലായത് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലഷ് ഇല്ലാത്ത സ്ഥലമല്ലേ, ഇവിടെയൊക്കെ ഭയങ്കര ഫ്ലഷ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കുഴപ്പമില്ല, ഇങ്ങനെ ആക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ ഇവിടേക്കൊക്കെ വരും ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഈ ടാറ്റു ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്കിന്നിൻ്റെ ഓരോ ആൾക്കാരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ വേദന എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാനാണെച്ചെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതായിരുന്നില്ല എന്നല്ല, ഇങ്ങനെ കുറേ ഓരോ രംഗോലി ഡിസൈൻ അങ്ങനെ കുറേ ഡിസൈൻസ് നമ്മൾ ഈ പിന്നിൻട്രസ്റ്റിലൊക്കെ കാണുമല്ലോ. അപ്പം അങ്ങനെ കുറേ നോക്കി കണ്ട്, അതുപോലെ തന്നെ ഓരോരുത്തർ കയ്യുമ്പോൾ ടാറ്റു ചെയ്ത ഫോട്ടോസൊക്കെ ഞാൻ ഇങ്ങനെ നെറ്റിൽ നോക്കി പിന്നിൻട്രസ്റ്റിലൊക്കെ നോക്കി അവസാനം ഇങ്ങനത്തെ ഒരു ടാറ്റു കണ്ടപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ പല തരത്തിൽ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിലൊക്കെ വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ ടാറ്റു ആണ് കേട്ടോ. ഈ ടാറ്റു ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഓക്കെ, എനിക്ക് ഇഷ്ടമായി, കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു. ചേട്ടൻ കാണിച്ചപ്പം ചേട്ടൻ പറഞ്ഞാൽ കുഴപ്പമില്ല നല്ലതാണെന്ന് പറഞ്ഞു. ചേട്ടൻ പിന്നെ അങ്ങനെയൊന്നുമില്ല, കാരണം എന്താ പറയുക, നിനക്കെന്താണ് ഇഷ്ടം ഓക്കെ നീ ചെയ്തു, അങ്ങനത്തെ ഒരു തരാണ് കേട്ടോ ആള്. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഓക്കെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിൻ്റെ കൈമയാണല്ലോ ചെയ്യുന്നത്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതാണ് ഇഷ്ടമായേ. ബാക്കി കുറേ നോക്കി വെച്ചു. അപ്പോൾ അതൊന്നും എന്താ പറയുക, കുറേ പൂക്കൾ, ബട്ടർഫ്ലൈ, അപ്പോൾ അങ്ങനത്തെ ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ ചെയ്യാനൊന്നും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കൈമ ചെയ്യാൻ. പിന്നെ ഓം എന്നുണ്ട്, നമ്മുടെ ദൈവത്തിൻ്റെയാണ്. പിന്നെ താമരയൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താമരയിലിപ്പോൾ ഷെയ്ഡിങ് ഒക്കെ ചെയ്തെന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത് ചെയ്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വേദനയൊന്നും എടുത്തില്ല. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അത്ര വേദനിച്ചില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ റാപ്പ് ചെയ്യുമല്ലോ, ഒരു പ്ലാസ്റ്റിക് കവറോട് ഇങ്ങനെ റാപ്പ് ചെയ്ത് വീട്ടിലെത്തി കഴിഞ്ഞാൽ
അത് പിന്നെ നമ്മൾ അഴിച്ച് വരുമ്പോൾ അതിൻ്റെ ആ വേദന കുറച്ച് കഴിഞ്ഞാലാണ് അത് വേദന ഇങ്ങനെ അറിയുക. ഇങ്ങനെ സൂചിയൊക്കെ കുത്തുന്ന ആ വേദന ആ സമയത്താണ് കേട്ടോ അറിയുക. നമ്മൾ ഇതൊക്കെ റാപ്പൊക്കെ അഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വേദനയൊക്കെ സത്യം പറഞ്ഞാൽ അറിയാം. അപ്പോൾ ഇങ്ങനെ തൊടാൻ പറ്റില്ല, നമുക്ക് അത്രയും വീർത്തിരിക്കുന്ന പോലെയാണ്. കാരണം കുത്തി 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 ഇതിങ്ങനെ റെഡ് കളറായിട്ടിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഭയങ്കര തരിച്ചിരിക്കുക കൈയൊക്കെ സത്യം പറഞ്ഞാൽ. എന്നിട്ട് പിന്നെ മോയ്സ്ചറൈസറൊക്കെ പരത്തി എൻ്റെ അടുത്ത് ഇവിടെ ആൾ പറഞ്ഞത് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആൽമണ്ട് ഓയിലാട്ടോ യൂസ് ചെയ്തത്. ആൽമണ്ട് ഓയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ മെല്ലെ ഒന്ന് തടവി കൊടുക്കുക ചെയ്തുള്ളൂ. കാരണം നമുക്കൊന്ന് പിടിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് അങ്ങോട്ട് വീർത്തിരിക്കുന്ന പോലെയായിരുന്നു കേട്ടോ വേദനിച്ച്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി, വേദനയൊക്കെ മാറി. പിന്നെ നല്ല രസമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എന്താ പറയുക, ഫോട്ടോ എടുത്തപ്പോഴും എന്താ ഷെയ്ഡിങ് എന്താ പറയുക ഇതിൻ്റെ ഫെയ്ഡ് ആവുന്നില്ല കളർ കേട്ടോ. നമ്മൾ ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എനിക്ക് ഈ ചേട്ടൻ പറഞ്ഞത് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്താൽ മതി. പണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ പറഞ്ഞത് വാസ്ലിൻ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർ ഓരോന്നാണല്ലോ പറയുക. അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ ഡെയിലി പിന്നെ ടാറ്റോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യണം കേട്ടോ കയ്യുമ്പൊക്കെ. കാരണം അല്ലെങ്കിൽ കളർ കുറേ കഴിഞ്ഞ് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചാൻസ് ഉണ്ടെന്നുള്ളൂ, ഉറപ്പായിട്ട് ഫെയ്ഡായി പോകുന്നൊന്നുമല്ല, എന്നാലും ചെറിയൊരു ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ഇപ്പോൾ നമ്മൾ ഇഷ്ടത്തോടെയാണല്ലോ നമ്മൾ ചെയ്തത്, അപ്പോൾ നമ്മളത് സൂക്ഷിക്കുക. അപ്പോൾ നന്നായി മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് നന്നായി കൊണ്ട് നടക്കുക.